എങ്ങനെയാണ് അപ്പൊ ഞാൻ ഏറി പോണത്? ഇതിപ്പോ വൈറലാണ് ആയിരിക്കുന്നത്. നാട്ടുകാരിനി എയർ എന്താണെന്ന് പഠിപ്പിച്ചേറി. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഊളത്തരോ നാണക്കേടോ വൃത്തികേടോ കാണിച്ചിട്ട് സോഷ്യൽ മീഡിയ ആകുമ്പോഴാണ് നമ്മൾ എയർ ചെയ്തത്. ആണല്ലോ, വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. ഏത് ഊളനാടാ ഈ സാധനമൊക്കെ അപ്ലോഡ് ചെയ്തത്? എല്ലാം മഹാപാവികള്, ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? എന്നാ ഒരു സത്യം പറയട്ടെ. അപ്പൊ എന്താണെങ്കിലും ഈ കുത്തിപ്പൊക്കുന്ന വീഡിയോസ് സത്യം പറഞ്ഞ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തോ എങ്ങനെ? ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല. സന്തോഷായി, നല്ല സന്തോഷായി. ഞാൻ ഇത് ഇടുന്നേക്ക സമയത്ത് തന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതൊക്കെ വൈറലാവണേ, ഞാൻ എല്ലാവരും ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ കളിയാക്കണേ എന്നൊക്കെ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ദാസപ്പോ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. കുഞ്ഞിരാമൻ എന്തിട്ടാലും ലുക്കല്ലേ? ഇതൊക്കെ കളിയാക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഇടുന്ന സാധനമായിരുന്നു. ഓ, നീ അതാണല്ലോ ഉദ്ദേശിച്ചത്. സോറി. അങ്ങോട്ട് മാറി എന്ന് അറിയാം. ചിരിക്കട്ടെ മതി. നീ ആള് കാണുന്ന പോലെ നല്ല സാഹിത്യകാരൻ തന്നെ. വർഷങ്ങൾ കുറെ ആയെങ്കിൽ പോലും ഈ 2024 ഇതൊക്കെ വൈറലായതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്കതിന് മനപ്രയാസമില്ല കുട്ടി. ഐ അപ്രിഷിയേറ്റ് യു. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ കുഞ്ഞിരാമ? ഞാൻ തന്നെ എല്ലാ ഇന്റർവ്യൂവിലും പറയാറുണ്ട്, ഞാൻ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട്, വെറുപ്പീരായിരുന്നു. പക്ഷെ ആ ലെവലിൽ തുമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തുമ്മന്റെ കൺട്രോളിങ്. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങള്, അതൊക്കെ വിട്ടുകളാ. രസമാണ് ഇതൊക്കെ വേണം ജീവിതത്തിൽ, കുറച്ച് ഫണ്ണൊക്കെ വേണ്ട. ഫൺ ഒരു ഷോ തമാശ ജസ്റ്റ് ഫോർ ഹൊറർ. പക്ഷെ ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഇനി വരൂല. ആരും അതും ആലോചിച്ചിരിക്കണ്ട. ഇനി ഇത് ആവർത്തിക്കില്ല. ആ കാലഘട്ടവും ആശസാമം മരിച്ചിരിക്കുകയാണ്. ഇത് പുതിയ ശസാം. ദൈവമേ, പണി നിർത്തി എന്ന് പറഞ്ഞ നേരാണ്. അല്ലാതെ ഇത് വലിയ കൊലച്ചതി ആയി പോയേട്ടാ. എന്താണെങ്കിലും വളരെ സന്തോഷം. ഐ എം എൻജോയിങ്. ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ? എൻജോയ്.